കൊച്ചിയിൽ കാണേണ്ട 8 പള്ളികളിൽ ഒന്നാണ് ഈ തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻ പള്ളി എന്ന നിലയിൽ കേരള സർക്കാർ ഇറക്കിയിട്ടുള്ള ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള രേഖകളിലാണ് അത് പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ 16-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ആ പള്ളി സെയിന്റ് ജെയിംസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നതെന്നും 1870 ആ പള്ളി പുനരുദ്ധാരണം ചെയ്യപ്പെട്ടു എന്നും ആ രേഖകളിൽ പറയുന്നുണ്ട്. ഈ ദേവാലയം സെസ്കി സെന്റേനിയൽ ജൂബിലി വർഷം, അതായത് 150 വർഷം ആഘോഷിക്കുകയുണ്ടായി. ഈ ദേവാലയത്തിന്റെ ചരിത്ര വഴികളില് പിന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചെന്നെത്തി നിൽക്കുക കരുവേലിപ്പടിയിലെ വിശുദ്ധ കുരിശിന്റെ നാമധേയത്തിലുള്ള ഒരു ചെറിയ കപ്പേളയിലാണ്. 1831 അന്നത്തെ മഹാ ഇടവകയായ സൗദിപ്പള്ളിയുടെ കീഴില് കരുവേലിപ്പടിയില് വിശുദ്ധ കുരിശിന്റെ നാമധേയത്തില് ഒരു കപ്പേള സ്ഥാപിക്കുകയുണ്ടായി. കാലാന്തരത്തില് വിശ്വാസ സമൂഹത്തിന്റെ എണ്ണം വർദ്ധിച്ചപ്പോൾ 1833 അത് ഇടവക ദേവാലയമായിട്ട് ഉയർത്തപ്പെട്ടു. വീണ്ടും വിശ്വാസ സമൂഹം വർദ്ധിച്ചു വന്നപ്പോഴേക്കും തോപ്പുംപടിയിലേക്ക് ആ പള്ളി ഒരു ഇടവക ദേവാലയമായിട്ട് പുനരുദ്ധരിക്കാനുണ്ടായത്. 1870 ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദേവാലയം ഇവിടെ നിർമ്മിക്കപ്പെട്ടത്. ഇത് പോർച്ചുഗൽ മാതൃകയിലാണ് ഈ പള്ളി പണിതിട്ടുള്ളത്. 16-ാം നൂറ്റാണ്ടിന്റെ ഒരു അവസാന ഭാഗത്തോടുകൂടിയാണ് പോർച്ചുഗീസുകാർ ഇവിടുന്ന് പോവുകയും ഡച്ച് കൊച്ചി കീഴടക്കി ഭരണം ആരംഭിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. 1870 ആകുമ്പോഴത്തേക്കും കൊച്ചിയിൽ വീണ്ടും ഭരണമാറ്റം സംഭവിക്കുകയും ബ്രിട്ടീഷുകാരൊക്കെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1600 പോർച്ചുഗൽ ശൈലി 1870 പള്ളി പുനരുദ്ധാരണം ചെയ്തപ്പോഴും പിന്തുടർന്നിട്ടുണ്ടാകാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശൈലി അതാണ്, ഈ നിർമ്മാണ ശൈലി ഒരു ഗോത്തിക് പോർച്ചുഗൽ ശൈലിയുമായി ബന്ധപ്പെട്ട രീതിയിലാണ് ഈ പള്ളിയുടെ ആകെ സ്ട്രക്ചർ നിലനിൽക്കുന്നത്. ഈ നിർമ്മാണത്തിന് പിറകിലുള്ള ചരിത്രങ്ങളൊന്നും ഓർക്കുന്നു നന്നായിരിക്കും. 3 രാജ്യങ്ങളുടെ 3 സംസ്കാരങ്ങളുടെ 3 ഭാഷാ സംസ്കാരങ്ങളുടെ സ്വാധീനം ഈ ദൈവാലയ നിർമ്മിതിയിലുണ്ട്. 1500 പേദ്രു അൽവാരസ് കബറാൾ എന്ന കപ്പിത്താൻ കൊച്ചിയിൽ ആദ്യമായിട്ട് കപ്പലിലെത്തുന്നു. 1503 കൊച്ചി പോർച്ചുഗീസ് അധികാരികളുടെ ഭരണത്തിന് കീഴിലായി. 1530 വിശ ഫ്രാൻസിസ് സേവർ കൊച്ചിയിലെത്തുക. പശ്ചിമ കൊച്ചിയിലെ വിശ്വാസ സമൂഹത്തിന്റെ പിതാവെന്ന് വേണമെങ്കിൽ വിശ ഫ്രാൻസിസ് സേവറിനെ വിളിക്കാം. അത് 1663 വരെ നീണ്ടു നിന്നൊരു കാലഘട്ടം. 1663 ഏതാണ്ട് 160 വർഷം പോർച്ചുഗീസുകാരുടെ അധീനതയിലായിരുന്ന കൊച്ചി ഡച്ചുകാരുടെ കയ്യിലായി. 1663 മുതൽ 1814 വരെ ഏതാണ്ട് 151 വർഷം ഡച്ചുകാരുടെ കീഴിലായിരുന്നു കൊച്ചി. അതിനുശേഷമാണ് 1814 ആംഗ്ലോ ഡച്ച് കരാർ പ്രകാരം ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് കൊച്ചി എത്തിച്ചേർന്നു. അത് ഏതാണ്ട് 133 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ഈ 3 രാജ്യങ്ങളുടെ 3 സാംസ്കാരിക പാരമ്പര്യങ്ങൾ, ഭാഷാ പാരമ്പര്യ സ്വാധീനം ഈ ദേവാലയ നിർമ്മിതിക്കുണ്ട്. ഈ ദേവാലയം 1870 ഇംഗ്ലീഷുകാർ കൊച്ചി ഭരിക്കുമ്പോൾ നിർമ്മിക്കപ്പെട്ടതെങ്കിൽ ഇതിന് ഏറ്റവും കൂടുതൽ ഈ നിർമ്മിതിയിൽ, ഈ വാസ്തുശില്പ വിദ്യയിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് പോർച്ചുഗീസുകാർ തന്നെ. കാരണം കൊച്ചി രൂപത ആ കാലഘട്ടത്തിൽ പോർച്ചുഗീസ് പദ്രോയുടെ കീഴിൽ, അതായത് പോർച്ചുഗീസ് രാജാവിന്റെ സംരക്ഷണയിൽ
പോർച്ചുഗീസ് മെത്രാന്മാര് കൊച്ചി ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഈ ദൈവാലയം നിർമ്മിക്കപ്പെട്ടത്. അപ്പോൾ മധ്യശതകത്തിൽ യൂറോപ്പിൽ ഉരുത്തിരിഞ്ഞ ഒരു തനത് ശൈലിയുണ്ട്, ഗോത്തിക് ശൈലി. നിർമ്മാണ ശൈലിയുടെ സ്വാധീനം ഈ ദൈവാലയത്തിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അങ്ങനെ 1870 ഈ ദൈവാലയം ഇപ്പോൾ കാണുന്ന രീതിയിൽ ഈ സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ടത്. ഈ 1870 പുനരുദ്ധാരണം എന്ന് പറയുന്നത് ഒരു പക്ഷേ അന്നത്തെ കാലത്ത് പ്ലാസ്റ്ററിംഗ് സിസ്റ്റം വന്നിട്ടുണ്ടാവില്ല, ഓട് വെച്ചിട്ടുണ്ടാവില്ല. കാരണം ഇപ്പോൾ ഉള്ള പള്ളിയുടെ ഓടിൻ്റെ താഴെ വേറൊരു ലെയർ ഓടും കൂടി ഈ പള്ളിക്കുണ്ടായിരുന്നു. അതായത് മുകളിലൊരു ഓട്, താഴെ ഫ്ലാറ്റ്, നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള വേറൊരു ഓട്. ആ ഓടുകളിലെ സീല് കാണിക്കുന്നത് ഇത് മാംഗ്ലൂരിൽ നിന്ന് മേടിച്ചെന്നുള്ളതാണ്. അപ്പോൾ 1870 പുനരുദ്ധാരണത്തിലായിരിക്കണം ഈ ഓട് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഓല ആയിരിക്കാം, 1600-കളിൽ തീർച്ചയായിട്ടും നമുക്ക് ഓല ആയിരിക്കാം ഇത് ഉണ്ടാക്കിയത് എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. എന്തായാലും ശരി, ഒരു പോർച്ചുഗൽ ഗോത്തിക് ശൈലി ഇതിനുണ്ട്. വേറൊരു ആകർഷണീയത ഇതിനകത്ത് കണ്ടിട്ടുള്ള ഈ പള്ളിയുടെ മുൻവശത്തുള്ള ഒരു പില്ലേഴ്സ് ഉണ്ട്. 1, 2, 3, 4, 5, 6 പില്ലേഴ്സ് ഉണ്ട്. ഈ 6 പില്ലറുകളിൻ്റെ ഒരു ഭാഗത്ത് താമര എതൾ പോലെയുള്ള ഒരു പുഷ്പത്തിൻ്റെ ഒരു നിർമ്മാണ ശൈലിയും കൂടി കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തൊരു കേരള വാസ്തു ശില്പശൈലിയും കൂടി അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക കൾച്ചറിനോട് ബന്ധപ്പെട്ടാണോ ഈ പള്ളിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലോ ആണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഒരു സങ്കര, അതായത് എല്ലാം കൂടി ചേർന്ന് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു നിർമ്മാണ ശൈലി ഇതിനകത്ത് അവലംബിക്കപ്പെട്ടിട്ടുണ്ട്. പോർച്ചുഗലിൽ നിന്നുള്ള ചില രേഖകളും ചില താളിയോല രേഖകളും വ്യക്തമാക്കുന്നത് 16-ാം നൂറ്റാണ്ടോടുകൂടി തന്നെ ഇവിടെ ഒരു ദേവാലയം ഉണ്ടായിട്ടുണ്ട്. അത് കേരള സർക്കാരും പോർച്ചുഗീസ് ഗവൺമെന്റും കൂടി പുറത്തിറക്കിയ ഒരു രേഖയിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ ഇവിടെ സെയിന്റ് ജെയിംസ് എന്ന് പറയുന്ന ഒരു ദേവാലയം ഉണ്ടായിരുന്നെന്നും 1870-കളിൽ ആ ദേവാലയം പുനരുദ്ധരിച്ചു എന്നുമാണ് ആ രേഖകൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ അന്നുണ്ടാക്കിയ ദേവാലയം നശിപ്പിക്കപ്പെട്ടപ്പോൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അതിൻ്റെ ആകൃതിക്ക് വ്യത്യാസമൊന്നും വരാതെ തന്നെ ആ ദേവാലയം പുനർനിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ ആ ദേവാലയത്തിന് എന്തെങ്കിലും, പ്രത്യേകിച്ച് പുനർനിർമ്മിച്ച ദേവാലയത്തിന് എന്തെങ്കിലും പേരുകൾ ഉണ്ടായിരുന്നോ എന്ന കാര്യവും സംശയമാണ്. കാരണം ഈ പള്ളിയിൽ നിന്ന് ലഭിച്ച താളിയോലകൾ പ്രകാരം പള്ളുരുത്തി ലത്തീൻ പള്ളി എന്ന് മാത്രമാണ് അതിനകത്ത് അഭിസംബോധന ചെയ്യുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ടുണ്ട് താൻ. ഇതിൻ്റെ മറ്റു താളിയോലകളൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. പതിനെട്ടാം നൂറ്റാണ്ടോടുകൂടി പുനർനിർമ്മിക്കപ്പെട്ട ഈ ദേവാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇതിൻ്റെ അൾത്താര. അതിൻ്റെ നിർമ്മിതിയുടെ ശൈലി കൊണ്ടും ആ കാലഘട്ടത്തിൻ്റെ നിർമ്മാണ പ്രത്യേകതകൾ കൊണ്ടും ഈ അൾത്താര കൊച്ചി രൂപതയിലെ തന്നെ മറ്റു ദേവാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. കമലിയോസ് മേസ്ത്രി എന്ന് അറിയപ്പെടുന്ന പുളിക്കപ്പറമ്പ് ആണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേര്. പുളിക്കപ്പറമ്പിലെ കമലിയോസ് മേസ്ത്രി എന്ന് പറയുന്ന ഒരു മരയാശാരിയാണ് ഈ അൾത്താര നിർമ്മിച്ചത്. അദ്ദേഹം കമ്മാളു മേസ്ത്രി എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മദ്രാസിലെ സെയിൻറ്റ് തോമസിൻ്റെ ദേവാലയത്തിൻ്റെ അൾത്താര നിർമ്മാണത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് അദ്ദേഹം. ആ നിർമ്മാണ ശൈലിയിൽ നിന്ന് പകർത്തിയെടുത്ത ഒരു ഭാഗം തന്നെയാണ് ഈ അൾത്താരയുടെ നിർമ്മാണത്തിലും ഉപയോഗിച്ചിട്ടുള്ളത്. കാഴ്ചയിൽ ഇത് ഒറ്റ കൂട് പോലെ തോന്നുന്നുണ്ടെങ്കിലും ഇത് എല്ലാം ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ അൾത്താരയിൽ 8 തൂണുകൾ, പിന്നെ നിറയെ പുഷ്പങ്ങൾ, ഇതെല്ലാം കൊത്തിയെടുത്തേക്കുന്നതാണ്.
അപ്പോൾ ഇത്രയും കൊല്ലങ്ങൾക്ക് മുൻപേ വലിയ നിർമ്മാണ യന്ത്ര സാമഗ്രികളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഇത്രയും വൈദഗ്ധ്യത്തോടെ മനോഹരമായിട്ടാണ് ഈ അൾത്താര കൊത്തിയെടുത്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഉണ്ടായിരുന്ന പഴയ സക്രാരി, അത് നിറയെ കൊത്തുപണികളുള്ള ഒരു അൾത്താരയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഈ 10 വർഷം മുമ്പുള്ള പുനർനിർമ്മാണ ഘട്ടത്തിൽ ആ സക്രാരി മാറ്റി പുതുക്കിയൊക്കെ പണിയേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ഒരു പണിശൈലിക്ക് മാറ്റം വന്നിട്ടുണ്ട്. അൾത്താരയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു വെച്ചിട്ടുള്ള സക്രാരിയോടനുബന്ധിച്ചും കുറച്ചധികം പണിത്തരങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ജീർണത മൂലമെല്ലാം അത് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഈ അൾത്താര അതുകൊണ്ട് തന്നെ വളരെ പ്രാമുഖ്യം അർഹിക്കുന്നു. തോപ്പുംപടി പുളിക്കപ്പറമ്പ് കുടുംബത്തിലെ ഒരംഗമാണ് ഞാൻ. എൻ്റെ പിതാവിൻ്റെ പിതാവാണ് കമ്മേളി മേസ്ത്രി. കമ്മലീസ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യത്താൽ നിർമ്മിക്കപ്പെട്ട അൾത്താരയാണിത്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദങ്ങളിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. പൂർണ്ണമായും കൈവേല കൊണ്ട് പണിതതാണ് ഈ അൾത്താര. പല കഷ്ണങ്ങളായിട്ട് അഴിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ വൈദഗ്ധ്യത്തോടുകൂടെ ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ നിർമ്മാണം. ഈ അൾത്താരയുടെ മുകളിലാണ് കൊച്ചുപുണ്യാളച്ചൻ്റെ വിശുദ്ധ രൂപം സ്ഥാപിച്ചിട്ടുള്ളത്. കർത്താവിൻ്റെ ദിവ്യബലിയെ സൂചിപ്പിക്കുന്ന മുന്തിരിവള്ളികളും മുന്തിരിക്കുലകളും ഈ അൾത്താരയുടെ ആകർഷണീയതയാണ്. 80% ഈട്ടിയും 20% തേക്ക് മരത്താലും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ അൾത്താര. അപ്പോൾ 1870 റീബിൽറ്റ് ചെയ്ത പള്ളി വീണ്ടും 10 വർഷം മുമ്പ് പുനരുദ്ധാരണം നടത്തി. കുറേ ജീർണാവസ്ഥയിലൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അത് പുനരുദ്ധാരണം നടത്തി പള്ളിയുടെ സ്ഥല സൗകര്യം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയൊക്കെയാണ് അന്ന് ഇവിടുത്തെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നത്. പക്ഷെ കാര്യമാത്ര പ്രസക്തമായ ഒത്തിരി മാറ്റങ്ങൾ അതോടനുബന്ധിച്ചുണ്ടായി. നമ്മുടെ അൾത്താരയിൽ 3 പടികളാണ് അൾത്താരക്കുണ്ടായിരുന്നത്. ആ 3 പടികൾ കഴിഞ്ഞിട്ടായിരുന്നു അൾത്താരയുടെ ഫ്ലോറ്, ആ തട്ട് ഉണ്ടായിരുന്നത്. ആ തട്ടിലായിരുന്നു ഈ കമ്മാള് മേസ്തിരി പണിത വലിയ അൾത്താരക്കൂട്, ആ രൂപങ്ങളൊക്കെ വെക്കുന്ന കൂടുണ്ടായിരുന്നത്. അപ്പോൾ ആ കൂടെന്ന് ഈ നമ്മുടെ ഇതിൻ്റെ മേൽക്കൂരയെ കവച്ച് പോകുന്നതായിരുന്നില്ല. മേൽക്കൂരയിൽ നിന്ന് വളരെ താന്നാണ് നിന്നിരുന്നത്. അപ്പോൾ പക്ഷേ അൾത്താര വീണ്ടും ഏകദേശം ഇപ്പോൾ 8 സ്റ്റെപ്പുകളോളം ഉണ്ട്. അപ്പോൾ 8 സ്റ്റെപ്പിലേക്ക് പൊങ്ങിക്കഴിഞ്ഞപ്പോൾ ആ കമ്മാള് മേസ്തിരി പണിത ഈ അൾത്താരയുടെ മൊത്തം കൂട്, അതിൻ്റെ ഏറ്റവും അറ്റം അഗ്രം, ആ അഗ്രഭാഗം കൂടിനെ തുളച്ച് മുകളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഈ കൊച്ചി പ്രദേശത്തെയും കേരളത്തിലെ നിരവധി പള്ളികളുടെ തച്ചുശാസ്ത്ര ജോലികൾ ചെയ്തിട്ടുള്ള മണിയാശാരി, അദ്ദേഹമാണ് ഈ പള്ളിയുടെ കൂടിൻ്റെ പണികളും മറ്റു കാര്യങ്ങളൊക്കെ വിദഗ്ധമായി ചെയ്തത്. മണിയാശാരി രണ്ടാമത് ഉണ്ടാക്കിയതാണ് അവിടെ ഒരു വട്ടക്കൂട് ഉണ്ടാക്കി. വാസ്തവത്തിൽ ഇത് പൂർണ്ണ ലക്ഷണമൊത്ത അറുകുടുംബ നിർമ്മാണ ശൈലിയിൽ പണിത ദേവാലയമാണ്. അപ്പോൾ അതിനൊരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇതിൻ്റെ ഈ കൂടെല്ലാം വെള്ളാഗിൽ കൊണ്ടാണ്. വെള്ളാഗിൽ എന്ന് പറഞ്ഞ മരമാണ് ഉപയോഗിച്ചിരുന്നത്. ഈ പള്ളിയെ ബന്ധിച്ചിട്ടുള്ള ഇതിൻ്റെ പ്ലാൻ അതും ഒറ്റ തടിയിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വലതുവശത്ത് ഈ പള്ളിയിൽ നിന്ന് അൾത്താരയിൽ നിന്ന് നോക്കുമ്പോൾ അൾത്താരയുടെ ഇടതുവശത്തും, നമ്മൾ അൾത്താരയിലേക്ക് നോക്കുമ്പോൾ അൾത്താരയുടെ വലതുവശത്തുമായി ഒരു അൾത്താര കൂടി ഉണ്ടായിരുന്നു. ആ അൾത്താരയുടെ പുറകിലൊരു മുറി ഉണ്ടായിരുന്നു. ഈ അൾത്താര ഉപയോഗിച്ചിരുന്നത് നമ്മുടെ ദുഃഖാഴ്ചകളിൽ കുർബാന അടക്കം ചെയ്തു കഴിഞ്ഞാൽ പ്രധാന അൾത്താരയിൽ നിന്ന് തിരുവോസ്തിയും കാസയും എല്ലാം ഈ വലതുവശത്തുള്ള അൾത്താരയിലേക്ക് മാറ്റും. അതിനുവേണ്ടി കൂടി ആയിരുന്നു അവിടെ ഒരു അൾത്താര ഉണ്ടായിരുന്നത്. ആ അൾത്താരയുടെ പുറകിലൊരു മുറി ഉണ്ടായിരുന്നു. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു മുറിയായിരുന്നു. അക്കാലത്ത് ജ്ഞാനസ്നാനാർത്ഥികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഈ പ്രദേശത്തുള്ളതായിട്ടാണ് ആ മുറി ഉള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
അവിടെ ഒരു മുറി ഉണ്ടായിരുന്നതുകൊണ്ട് ജ്ഞാനസ്നാനാർത്ഥികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് അവര് ക്രിസ്തുമതം സ്വീകരിക്കാൻ തയ്യാറുള്ളവരാണ്. പക്ഷെ ഒരു നിശ്ചിത കാലയളവ് അവര് വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ പഠിക്കുകയും ദേവാലയത്തിൽ വരികയും ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് ജ്ഞാനസ്നാനം നൽകിയിരുന്നുള്ളൂ എന്നാണ് ഇതിനെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുള്ള വൈദികരിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ അവിടെ ഒരു നിബന്ധന ഉണ്ടായിരുന്നു, അവർക്ക് ആ മുറിയിലേ നിൽക്കാൻ പറ്റുള്ളൂ. നമ്മള് അൾത്താരയിൽ സുവിശേഷ വായന കഴിഞ്ഞ് വേദപുസ്തകം അടക്കി കഴിഞ്ഞാൽ അവർ പോകണം. അവർ പിന്നെ ആ മുറിയിൽ നിൽക്കാൻ പാടില്ല, പള്ളിയിൽ കയറാൻ പാടില്ല. അപ്പൊ അങ്ങനെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു മുറി അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇതിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞപ്പോൾ ആ മുറി മാറ്റുകയാണ് ചെയ്തത്. അത് പൊളിച്ചുപോയി, ആ അൾത്താരയും പോയി. അത് രണ്ടും വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. ഇതിനുശേഷം ഈ പള്ളിയിലെ മറ്റൊരു ഭാഗമാണ്, ഒരു ദേവാലയത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അതിന്റെ ജ്ഞാനസ്നാന മുറി. അപ്പൊ ഈ പള്ളിയുടെ അൾത്താരയിൽ നിന്ന് നോക്കുമ്പോൾ വലതുവശത്തായി ആണ് ജ്ഞാനസ്നാന മുറിയും ഒറ്റക്കല്ലിൽ തീർത്ത ജ്ഞാനസ്നാന തൊട്ടിയും ഉണ്ടായിരുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും സൗകര്യവർദ്ധനവിന്റെയും ഭാഗമായിട്ട് ആ ജ്ഞാനസ്നാന തൊട്ടി ഈ പള്ളിയുടെ അൾത്താരയിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഇടതുവശത്തിലേക്ക് മാറ്റി. അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ വാതിലുകൾ, ഇതിന്റെ വശത്തുള്ള 4 വാതിലുകളും പ്രധാനപ്പെട്ട ഒരു വാതിലും അതിന്റെ 2 കൊച്ചുവാതിലുകളും അത് വെള്ളഗില്ലിലാണ് പണിതിരിക്കുന്നത്. ഏകദേശം ഒരു 1.25 നൂറ്റാണ്ടിനപ്പുറം അതിന് പഴക്കമുണ്ട്. അത് നല്ല സ്വർണ്ണ നിറമാണ് ആ മരം, വളരെ വില കൂടിയ മരമാണ്. പ്രധാനപ്പെട്ട വാതിലും ഈ വശങ്ങളിലുള്ള 4 വാതിലുകളും പണിതിട്ടുള്ളത് വെള്ളാക്കില് കൊണ്ടാണ്. അപ്പോൾ 1870 പണിത പള്ളി അതേപോലെ തന്നെ നമ്മളിവിടെ നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ഇല്ല എന്ന് പറയേണ്ടി വരും. ഇത്തരം ചില പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ കാലാനുസൃതമായ ചില സൗകര്യങ്ങൾക്ക് വേണ്ടി വരുത്തിയിട്ടുണ്ട്. ഈ മുറിയിൽ തന്നെയാണ് പാസ്കുരൂപം ഉണ്ടായിരുന്നത്. ഈ ജ്ഞാനസ്നാനാർത്ഥികൾ വന്നിരുന്ന മുറിയിലാണ് പിന്നീട് ഈ ദുഃഖവെള്ളിയാഴ്ച കർത്താവിന്റെ പീഡാസഹന അതിന്റെ ഒരു സ്മരണ പുതുക്കുന്നതിന് വേണ്ടി കുരിശിൽ കിടന്ന് കർത്താവ് അനുഭവിച്ച പീഡകളെ ജനങ്ങൾക്ക് മുന്നിൽ വീണ്ടും വീണ്ടും കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ രൂപം പാസ്കുരൂപം എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പാസ്കുരൂപം അതിന് അനുയോജ്യമായ ഒരു പെട്ടിയിലാക്കി ആ മുറിയിലാണ് വെച്ചിരുന്നത്. തച്ചുശാസ്ത്രപരമായി തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുമ്പോൾ തന്നെ ഇതിന്റെ നിർമ്മാണ ശൈലിയിലും കല്ലുകൊണ്ടുള്ള നിർമ്മാണത്തിലും വളരെ പ്രാധാന്യം ഉണ്ട്. കാരണം ഈ ഭിത്തി പണിതിരിക്കുന്ന ചെങ്കല്ല് 1 മീറ്റർ 10 സെന്റിമീറ്റർ നീളത്തിലുള്ള കല്ലാണ്. അന്ന് ഇത് 1870 റീബിൽഡ് ചെയ്യുന്ന സമയത്ത് സിമെന്റ് മോട്ടാർ ഉപയോഗിച്ചിട്ടുള്ള നിർമ്മാണ ശൈലി നിലവിൽ വന്നിട്ടില്ല. അപ്പൊ പൂർണ്ണമായും കുമ്മായം, അത് കുമ്മായം എന്ന് പറഞ്ഞാൽ വരാലിന്റെ ഉളുമ്പും ശർക്കരയും ഒക്കെ ചേർത്തിട്ടുള്ള ഏറ്റവും പുരാതനമായ ഒരു നിർമ്മാണ ശൈലി വെച്ചിട്ടാണ് ഇതിന്റെ കല്ലുകൾ അടുക്കി വെക്കുകയും ഇതിന്റെ ആ ചുവരുകൾ തേച്ചു മിനിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ചെങ്കല്ലുകൾ വാസ്തവത്തിൽ നമ്മൾ ഈ എറണാകുളം ജില്ലയിൽ അന്വേഷിച്ചാൽ ഇത്ര നല്ല കല്ലുകൾ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ വളരെ ദൂരപ്രദേശത്തു നിന്നായിരിക്കണം ഈ കല്ലുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ഇന്നുള്ള യാത്രാ സൗകര്യങ്ങളൊന്നും പറ്റില്ല. നമ്മൾ 1870കളിലേക്ക് നമ്മുടെ ഒരു ചിന്തയെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ജലമാർഗം ആയിരിക്കണം ഇതെല്ലാം ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഈ കല്ലും ഈ മരവും എല്ലാം ഇവിടെ എത്തിച്ചിട്ട് നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാരെ വളരെ കഠിനാധ്വാനം ചെയ്ത് അവരുടെ വിശ്വാസത്തിന്റെ ആ എല്ലാ ശക്തിയും തെളിയിച്ചുകൊണ്ടാണ് ഇത്രയും മഹത്തായ ഒരു ദേവാലയം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ചരിത്ര പ്രാധാന്യമുള്ള ഈ സെയിന്റ് സെബാസ്റ്റ്യൻ പള്ളിക്ക് കൊച്ചുപള്ളി എന്നുകൂടി ഒരു പേരുണ്ട്. ഈ കൊച്ചുപള്ളി എന്ന പേര് പക്ഷെ വളരെ ആകർഷണീയമാണ്. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ അൾത്താരയുടെ മുകൾ ഭാഗത്ത് കർത്താവ് ഈശോമിശിഹായുടെ രൂപത്തിന് മുകളിലായി ഒരു ചെറിയ രൂപമുണ്ട്. ഏകദേശം 6 ഇഞ്ച് വലിപ്പമാണ് ആ രൂപത്തിനുള്ളത്. നമ്മുടെ ഈ ദേവാലയത്തിന്റെ മുൻവശത്തുള്ള വേമ്പനാട്ട് കായലിൽ നിന്നും കരുവേൽപ്പടി പ്രദേശത്തെ ഒരു പൗരപ്രമുഖനായിരുന്ന കരുവേലി മൂപ്പൻ എന്നുള്ള ഒരാൾക്ക് ഈ വേമ്പനാട്ട് കായലിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാണ്, അദ്ദേഹത്തിന് ഒഴുകി കിട്ടിയതാണ് ഈ ആനക്കൊമ്പിൽ കൊത്തിയെടുത്തിട്ടുള്ള 6 ഇഞ്ച് വലിപ്പമുള്ള ഈ രൂപം. അവര് ആ രൂപം കിട്ടിക്കഴിഞ്ഞപ്പോ വിശുദ്ധ സെബസ്ത്യാനോസിനെ അവര് കൊച്ചുപുണ്യാള എന്നാണ് അഭിസംബോധന ചെയ്തത്. വളരെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ കൊച്ചുപുണ്യാളൻ എന്നാണ് അഭിസംബോധന ചെയ്തത്. കരുവേൽപ്പടി കുരിശുവരയിൽ
കരുവേൽപ്പടിയിൽ ഉണ്ടായിരുന്ന വിശ്വാസി സമൂഹം അവരുടെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ഈ രൂപം കുറച്ചുനാൾ വെക്കുകയും പിന്നീട് ഇതൊരു ഇടവക രൂപീകരണത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ രൂപം ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഈ അൾത്താരയുടെ മുകൾ ഭാഗത്ത് പ്രതിഷ്ഠിക്കുകയുമാണ് ഉണ്ടായത്. അപ്പൊ അവര് കൊച്ചുപുണ്യാളൻ എന്ന് വിളിച്ച സെന്റ് സെബാസ്റ്റ്യന്റെ പള്ളി അങ്ങനെ കൊച്ചുപള്ളി എന്നുകൂടി അറിയപ്പെട്ടു. കൊച്ചുപുണ്യാളൻ വസിക്കുന്ന പള്ളി കൊച്ചുപള്ളി. ആ കൊച്ചുപള്ളിയും കൊച്ചുപുണ്യാളനും ആ പേരിനോടൊപ്പം തന്നെ ഇവിടെയുള്ള വ്യത്യസ്തരായ ജാതിമത വിശ്വാസികളുടെ ഉള്ളിൽ സ്ഥാനം പിടിക്കുകയും അവർക്കെല്ലാവർക്കും ഈ പള്ളിയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വളരെയധികം വിശ്വാസങ്ങൾ ഉണ്ടാകുകയും ആ വിശ്വാസത്തിന് അനുഷ്ഠിതമായി തന്നെ അവരിൽ പലർക്കും നിരവധി ജീവിതാനുഗ്രഹങ്ങൾ ഉണ്ടാകുകയും ചെയ്തതായി പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായി ഈ അൾത്താരയുടെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് ഈ വലിയ രൂപം, കർത്താവിശ്വമിശിഹായുടെ രൂപം. നമ്മൾ ദൂരക്കാഴ്ചയിൽ ആ രൂപം പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടോ സിമെന്റ് കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയതാണെന്ന് തോന്നാമെങ്കിലും കുമ്പിൾ മരം കൊണ്ടാണ് ഈ രൂപം മുഴുവനും നിർമ്മിച്ചിരിക്കുന്നത്. അതിനുശേഷം ആ മരത്തിന്റെ പുറത്ത് പെയിന്റ് ഒക്കെ അടിച്ചത് കൊണ്ടാണ് ഇത്രയും വർണ്ണങ്ങളൊക്കെ അതിനകത്തുള്ളത്. ആ രൂപം പണിതത് റോക്കി എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയാണ്. ലൂയിസ് എന്ന് പറയുന്ന ഒരാളാണ് അത് ഈ രൂപം സംഭാവന ചെയ്തിട്ടുള്ളതോ സ്പോൺസർ ചെയ്തിട്ടുള്ളതോ. അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഈ രൂപത്തിന്റെ അടിയിൽ താഴെ ആ രൂപം കമഴ്ത്തി വെച്ച് നോക്കിയാൽ മാത്രം കാണുന്ന വിധത്തിൽ അവരുടെ രണ്ടുപേരുടെയും പേര് രേഖപ്പെടുത്തിയിട്ടുള്ളത് നിന്നാണ് ഇവരാണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുള്ളത്. ഇനി ഇതിന്റെ കൊത്തുപണി ശൈലിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുകൾ ഭാഗം തൊട്ട് താഴെ വരെ മുന്തിരിവള്ളിയും മുന്തിരിയും ചേർത്തിട്ടാണ് ഇത് പണിതിട്ടുള്ളത്. നമ്മുടെ പ്രധാനപ്പെട്ട സക്രാരിയിൽ തന്നെ മുഴുവനും മുന്തിരിവള്ളിയും മുന്തിരി ശാഖകളും മുന്തിരിയും എല്ലാം കാണും. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളും ആകുന്നു എന്ന കർത്താവിശ്വമിശിഹായുടെ തിരുവചനത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് അൾത്താരയിൽ ഈ ചിത്രപ്പണികളും ഈ കൊത്തുപണികളും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടാതെ നിങ്ങൾ നോക്കുമ്പോൾ കാണാം അവിടെ സെന്റ് സെബാസ്റ്റ്യന്റെ രൂപത്തിന് ശേഷം മുകളിൽ മാതാവിന്റെ രൂപമാണ്. അതിനുശേഷം ഒരു പൂക്കുല പോലെയുള്ള ഒരു ഭാഗമുണ്ട്. പൂക്കുല പോലെയാണ് ആ ഭാഗം പണിതു വെച്ചിട്ടുള്ളത്. എല്ലാം ഓരോന്നും കൊത്തി എടുത്തിട്ടുള്ളതാണ്. പുതിയ നിർമ്മാണ ശൈലി അനുസരിച്ചിട്ട് എല്ലാ ഭാഗങ്ങളും കൂട്ടി ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കമാള് മേസരി കൊത്തി എടുത്തിട്ടുള്ളതാണ് ഈ നിർമ്മാണ ശൈലിയെല്ലാം. അതുകൊണ്ട് തന്നെ ഇത്രയും പ്രാധാന്യം ഈ അൾത്താരക്ക് ഉള്ളത് കൊണ്ട് തന്നെ കൊച്ചി രൂപതയിലെ വ്യത്യസ്തമായ ഒരു അൾത്താരയായിട്ട് ഇത് കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ അൾത്താരയിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് എനിക്ക് പുറകിൽ കാണുന്ന ഈ തൂക്കുവിളക്ക്. അതിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. ആ തൂക്കുവിളക്ക് മുൻകാലങ്ങളിൽ ദിവ്യബലി തുടങ്ങുന്നതിന് മുൻപ് അതിങ്ങനെ താഴേന്ന് മുകളിലേക്ക് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ അത് മുകളിലേക്ക് പോവുകയും വലിച്ചാൽ ഇത് താഴത്തേക്ക് താന്നു വരികയും ചെയ്യും. എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന ഒരു വിളക്ക് അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിങ്ങനെ വലിച്ച് താത്തിയിട്ട് ആ വിളക്കിൽ നിന്നും ദീപം പകർന്നാണ് അൾത്താരയിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി വെച്ചിട്ടുള്ള മെഴുതിരികളിൽ ഈ വിളക്കിനകത്തു നിന്നാണ് വെളിച്ചം പകർന്നുകൊണ്ടിരുന്നത്. ആ വിളക്കും ഏറെ കാലപ്പഴക്കം ഉള്ളതായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതിന്റെ ശാസ്ത്രീയമായ കാലപ്പഴക്ക നിർണയങ്ങളൊന്നും നടത്തിയിട്ടില്ല. പിന്നെ അൾത്താരയിലെ മറ്റു രൂപങ്ങളെല്ലാം അതെല്ലാം കാലക്രമത്തിൽ പുതുക്കി വന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ട് പറയാവുന്ന 3 കാര്യങ്ങൾ: ഒന്ന് കൊച്ചുപുണ്യാളുടെ രൂപം, കർത്താവിശ്വമിശിഹായുടെ രൂപം, പിന്നെ ഈ വിളക്ക്, പിന്നെ അൾത്താരയിലെ കൊത്തുപണികളും. മറ്റുള്ള രൂപങ്ങളെല്ലാം കാലപ്പഴക്കത്തിനനുസരിച്ച് പുതിയ രൂപങ്ങളായിട്ട് വന്ന് ചേർന്നിട്ടുള്ളവയാണ്. സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് 1870 അത് റീബിൽറ്റ് ചെയ്ത ചർച്ചാണ്. അതിനുശേഷം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ കണ്ടീഷൻസൊക്കെ ഒരു ജീർണിച്ച ഒരവസ്ഥയിലോട്ട് വന്നപ്പോൾ രണ്ടാമത് വീണ്ടും അത് റീബിൽറ്റ് ചെയ്ത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷനോടുകൂടി അവരുടെ നിയന്ത്രണത്തോടുകൂടി ചെയ്ത് തീർത്തതാണ് ഈ ചർച്ച്. അതിനുശേഷം ഇവിടുത്തെ ഒരു കൊച്ചിൻ ഡയസസിൽ തന്നെ ഈ ചർച്ച് എല്ലാവർക്കും ഒരു അത്താണിയായിട്ട് മാറിയിരിക്കുകയാണ്. ഈ പുരാണമായിട്ടുള്ള ആ ആർക്കിടെക്ചർ ഇതിൽ നിന്ന് ഒരു വ്യത്യാസവും വരുത്താണ്ട് ഇന്നും ഈ 1870 ശേഷം
റീബിൽറ്റ് ചെയ്ത് അത് ഇന്നും നിലനിർത്തിക്കൊണ്ട് ആ പള്ളി ഇന്നൊരു ഒരു സംഭവമായിട്ട് ഇരിക്കുന്നു. അത് ഞങ്ങൾക്ക് ഇടവകക്കാർക്ക് എല്ലാവർക്കും അഭിമാനിക്കത്തക്ക വിധത്തിലുള്ള ഒരു ചർച്ചാണ്. ഇനി ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പള്ളിയുടെ വട്ടക്കല്ലാണ്. വട്ടക്കല്ല് ഒരു പോർച്ചുഗൽ ആശയമാണ്. മറ്റ് നിർമ്മാണ ശൈലികളിലൊന്നും അതങ്ങനെ കണ്ടിട്ടില്ല. കൊച്ചിയിൽ തന്നെ വളരെ കുറച്ച് പള്ളികളിലെ ഈ വട്ടക്കല്ല് ഉണ്ടായിട്ടുള്ളൂ. അതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിയുടെ അല്ലാത്ത മറ്റു സാമൂഹ്യ വിഷയങ്ങൾ, വിശ്വാസികളായിട്ടുള്ള വിഷയങ്ങൾ, അതിന്റെ തർക്കവും അതിന്റെ ഒത്തുതീർപ്പുകളും തീർപ്പുകളും ഒക്കെ നടത്തിയിരുന്നത് പള്ളിക്ക് പുറത്താണ്. ആലയത്തിന് അകത്ത് വെച്ചിട്ട് യാതൊരുവിധ ആരാധനയോടനുബന്ധിച്ചല്ലാത്ത മറ്റു യാതൊരു കാര്യങ്ങളും പള്ളിയുടെ അകത്ത് നടക്കില്ല. പള്ളിയുടെ പുറത്ത് ആണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള സ്പേസ് കണ്ടെത്തുന്നത്. അപ്പൊ ഈ വട്ടക്കല്ലിലാണ് അന്ന് പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അതിനകത്ത് ഈ ഇടവകയുടെ അധികാരിയായ വികാരി അച്ഛൻ്റെയോ അല്ലെങ്കിൽ അന്നത്തെ ഭരണാധികാരികളുടെയോ കൈക്കാരന്മാരെന്നൊക്കെ അന്ന് പദമുണ്ടാന്ന് എനിക്ക് അറിഞ്ഞോളൂ, അവരുടെ എല്ലാവരുടെയും കൂടി ഒരു തീർപ്പ് നടക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ വട്ടക്കല്ല്. അപ്പോൾ ഈ വട്ടക്കല്ലിന് ഒരു ചരിത്ര പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വട്ടക്കല്ല് ഈ പുനരുദ്ധാരണ വേളയിൽ അതിന്റെ കമ്മിറ്റി അംഗങ്ങൾ അത് സജീവമായി നിലനിർത്തിയതും അതുകൊണ്ട് തന്നെയാണ്. ചില മാറ്റങ്ങൾ പഴയ നിർമ്മാണ ശൈലിയിൽ നിന്ന് കുറച്ചും കൂടി വന്നിട്ടുണ്ട്. ഇതിന്റെ മണിമാളിക രണ്ടാമത് നിർമ്മിച്ചതാണ്. ഇപ്പോൾ ഒരു 10 വർഷത്തിന് മുൻപ് നിർമ്മിച്ചപ്പോഴാണ് മണിമാളിക ഈ പള്ളിയുടെ ഒരു വശം. അതിന് മുന്നേ ഈ മണിമാളിക ഒറ്റക്ക് സെപ്പറേറ്റ് ആയിട്ട് നിന്നിരുന്ന ഒരു സംഭവമാണ്. അന്നത്തെ കാലത്തുണ്ടായിരുന്ന മണി, ഒരു മണി ആ മണിമാളികയിൽ സ്ഥാപിച്ചിട്ടുണ്ട്, വലിയൊരു മണി. 2 മണി അത് ഇലക്ട്രോണിക് സിസ്റ്റം ആക്കിയപ്പോൾ എല്ലാം കൂടി ഇലക്ട്രോണിക് ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള 2 മണികൾ അന്നത്തെ ഈ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ചെയർമാനായിരുന്ന ശ്രീ KG ലോറൻസ് കുട്ടത്തിപ്പറമ്പിൽ ആണ്. അദ്ദേഹമാണ് ആ മണി ഇവിടെ കൊണ്ടുവന്നു വരികയും ഈ പള്ളിക്ക് വേണ്ടി സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ പള്ളിയുടെ മുൻവശത്ത് വാതിലിന് മുകളിൽ കാണുന്ന 3 ചാർത്തുകൾ അത് വാസ്തവത്തിൽ പഴയ പള്ളിയുടെ നിർമ്മാണ ശൈലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല. ഇവിടുന്ന് കാറ്റടിക്കുമ്പോൾ വാതിൽ നനയാതിരിക്കാനോ വല്ലതും ഉദ്ദേശിച്ചിട്ടായിരിക്കണം ഇപ്പോൾ ഇങ്ങനെ ഒരു 3 സൈഡിലും ഒക്കെ ചേർത്തിട്ട് ഒരു പുതിയ നിർമ്മാണ ശൈലി അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത്. പഴയ പള്ളിയിൽ ആ നിർമ്മാണ ശൈലി ഇല്ല. അത് ഫ്രീ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. ആനവാതിൽ പോലെ വലിയൊരു വാതിലും 2 കൊച്ചു വാതിലുകളും അപ്പുറത്തിപ്പുറത്തുണ്ട്. ഞാൻ ഈ ദേവാലയത്തിനെ അഭിസംബോധന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രീക്ക് പദം ഉപയോഗിച്ചിട്ടാണ്, ഹൈറോഗ്ലിഫിക്സ്, പരിശുദ്ധമായ കൊത്തുപണി എന്ന് പറയേണ്ടി വരും. കാരണം ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പഠിക്കുമ്പോൾ ഇത്രയധികം നിർമ്മാണ സാമഗ്രികളും എല്ലാം ഇവിടെ, ഇത്രയും ഭംഗിയുള്ള നിർമ്മാണ ശൈലിയും നിർമ്മാണ സാമഗ്രികളും ഇവിടെ എത്തിച്ച് ഇത്രയും മഹത്തായ ഒരു സൗധം ഇവിടെ ഉയർത്തിയെടുക്കാൻ പൂർവികരായ ലത്തീൻ സമുദായം എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുമ്പോൾ ഹൈറോഗ്ലിഫിക്സ് എന്ന ആ ഗ്രീക്ക് പദം ഈ നിർമ്മാണത്തെക്കുറിച്ച് പറയാനാണ് വ്യക്തിപരമായി ഞാൻ താല്പര്യപ്പെടുന്നത്. ഈ പള്ളിയുടെ പടിഞ്ഞാറ് വശത്ത് മുഴുവൻ ചതുപ്പ് നിലങ്ങളായിരിക്കും. ഇതിന്റെ കിഴക്ക് വശത്ത് വേമ്പനാട്ട് കായലും. അപ്പോൾ വളരെ കഠിനാധ്വാനത്തോടുകൂടി വിശ്വാസ സംരക്ഷണം, തങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കുക എന്ന ദൃഢനിശ്ചയത്തോടുകൂടി നമ്മുടെ പൂർവികർ നിർമ്മിച്ചെടുത്ത ഈ വാസ്തുസൗധം അത് നിലനിൽക്കേണ്ടത് ഏറെ കാലഘട്ടം മുമ്പ് ഇവിടെ ലത്തീൻ സമുദായം നിലനിന്നിരുന്നു എന്നതിൻ്റെ ജീവിക്കുന്ന അടയാളമാണ്. വസ്തുനിഷ്ഠമായ ചരിത്രരേഖകൾ അമൂല്യമായ പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തന്നെയും കാലത്തിന്റെ ശേഷിപ്പുകൾ അതേ രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് ഈ ദേവാലയം നിലനിർത്തുവാനായിട്ട് ഇന്നോളം ഈ ഇടവക സമൂഹം പരിശ്രമിച്ചിട്ടുണ്ട്, ഇനിയും പരിശ്രമിക്കുകയും ചെയ്യും. ഈ ദേവാലയത്തിന് കീഴിൽ ഏതാണ്ട് 1860ഓളം കുടുംബങ്ങളും 8000ഓളം വരെ ജനസംഖ്യയുമുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക സ്രോതസ്സൊന്നും ഈ പള്ളിക്കില്ല എങ്കിലും ഇവിടുത്തെ ജനങ്ങളുടെ കാഴ്ച സമർപ്പണം കൊണ്ട് മാത്രം ഈ ദേവാലയം മുന്നോട്ട് പോവുകയും അവരാൽ കഴിയുന്ന രീതിയിൽ ഈ ദൈവാലയത്തിന്റെ പൈതൃകം കാത്തു സൂക്ഷിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്, ഇനിയും പരിശ്രമിക്കുകയും ചെയ്യും.